ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഹെയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു വീഡിയോ ആണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള വിഷ്ബിൻ പ്രയാൺ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരുടെ കൊളാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ്. ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. ഇവിടുത്തെ സർവീസ് അടിപൊളിയാണ് കേട്ടോ. കല്യാണത്തിൻ്റെ മുന്നേ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തത് ഇവരുടെ അടുത്ത് തന്നെയാണ്. ആദ്യം ഈ ഷോപ്പ് എന്ന് പറയുന്നത് വെള്ളിമാടുവെന്നായിരുന്നു. ഇപ്പോൾ അവർ എരഞ്ഞിപ്പാലത്തേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഷോപ്പ് തുറക്കുന്നത് ഒരു 10 മണിക്കാണ്. ഞാൻ ആ 10 മണിക്ക് തന്നെയാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് എൻ്റെ ഹെയറിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. മുന്നേ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ഒന്നുകൂടെ ഡിസൈഡ് ചെയ്തിട്ട് വേണം എനിക്ക് ഫിക്സ് ആക്കാൻ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നേരത്തെ പോയി. പിന്നെ അത് മാത്രമല്ല, ഒരു 4-5 മണിക്കൂർ എന്തായാലും ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും വേണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോയത്. ഹെയർ ചെക്ക് ചെയ്ത സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബോട്ടോക്സോ അല്ലെങ്കിൽ കരാറ്റിനോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കും. പക്ഷേ എനിക്കത് അധികം ലോങ് ലാസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ബ്ലോ ഡ്രൈ തന്നെ ചെയ്യാൻ പറഞ്ഞു. ബ്ലോ ഡ്രൈ ആകുമ്പോൾ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മുടെ മുടി നന്നായിട്ട് ഡാമേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എൻ്റെ മുടി അധികം അങ്ങോട്ട് ഡാമേജ്ഡ് അല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല, ബ്ലോ ഡ്രൈ ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അതന്നെ സെലക്ട് ചെയ്തത്. ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് ഓയിലൊക്കെ കളഞ്ഞ ശേഷം അവർ ക്രീം അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. ക്രീം അപ്ലൈ ചെയ്ത ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ സമയത്ത് ഞാൻ അവിടേക്ക് ഒന്ന് വീഡിയോസ് എടുക്കുമായിരുന്നു. പിന്നെ ബോറടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം തലയിൽ ആരെങ്കിലും ഇങ്ങനെ മസാജ് പോലെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. ഈ ഒരു രീതിക്കായിരുന്നു അവർ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് സമയം എന്തായാലും ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ലേസൊക്കെ എടുത്ത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ഇരുന്ന് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അല്ലെങ്കിൽ ഓർഡർ ചെയ്താലും മതി. റിസപ്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഓർഡർ ചെയ്ത് തരും. എൻ്റെ നാച്ചുറൽ ഹെയർ എന്ന് പറഞ്ഞാൽ കേളി ഹെയർ ആണ്. ഈ കേളി ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ലെങ്ത്ത് വെക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ലെങ്ത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലോ ഡ്രൈ കൂടെ ചെയ്ത സമയത്ത് കുറച്ച് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതും കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ബ്ലോ ഡ്രൈ പിന്നീട് ചെയ്യാം. ബ്ലോ ഡ്രൈ ചെയ്യാനുള്ള റേറ്റ് വരുന്നത് 5000 ആണ് സ്റ്റാർട്ടിങ്. നമ്മുടെ മുടിയുടെ ഉള്ളും അതുപോലെ തന്നെ ലെങ്ത്തും അനുസരിച്ചാണ് നമ്മുടെ ഇതിന് റേറ്റ് ഉണ്ടാവുക. എൻ്റെ മുടിക്ക് ഏകദേശം ഒരു 7500 അങ്ങനെ റേഞ്ചിലാണ് കേട്ടോ വന്നത്. ഇവർ ക്രീം ഇട്ടിട്ട് വീണ്ടും വാഷ് ചെയ്ത് വീണ്ടും ക്രീമൊക്കെ ഇട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് അതിൻ്റെ പ്രൊസീജിയർ അറിയില്ല. ഞാൻ കുറേ മുന്നേ ഇയർ ടു ഇയർ ആയിരുന്നു കേട്ടോ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണെങ്കിലും ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ ഇവർ തന്നിട്ടുള്ള ഷാമ്പു അല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അല്ലാണ്ട് തന്നെ നോർമലി ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ ഷാമ്പുവും അതുപോലെ തന്നെ മാസ്കും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 1400 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ ഹെയറിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി കുളിക്കാൻ പറ്റില്ല. വീക്ക്ലി ട്വൈസ് ആണ് ഇവർ ഷാമ്പൂ ഇട്ടിട്ട് അതുപോലെ മാസ്കും യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മുടി കഴിഞ്ഞ തവണ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1 ഇയർ അടുപ്പിച്ച് ലോങ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ ഫോൾ എന്തായാലും ഉണ്ടാവട്ടെ, ഒരു ചെറിയ രീതിക്കെങ്കിലും ഹെയർ ഫോൾ ഉണ്ടാവും. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ അത് കുറച്ച് കുറയുന്നേ ഉള്ളൂ. പിന്നെ മുടി വളർന്നു കഴിയുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഡാമേജ് ആയിട്ടും വരും. സ്കാൽപ്പിൽ ഞാൻ ഓയിൽ മസാജ് ചെയ്യാറുണ്ട്, പക്ഷേ ഹെയറിൽ തട്ടിക്കാറില്ല. ഹെയറിൽ തട്ടി കഴിഞ്ഞാൽ എന്തായാലും അത് ഡാമേജ് ആവും. കഴിഞ്ഞ തവണ ഞാൻ താളിപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ ഞാൻ എന്തായാലും ഷാമ്പൂവും മാസ്കും വാങ്ങിച്ചുകൊണ്ട് അതൊന്നും തൽക്കാലത്തേക്ക് യൂസ് ചെയ്യണില്ല. ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ യൂസ് ചെയ്യും. ഇത് എൻ്റെ ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഹെയറിൽ മാത്രമേ നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി സ്മൂത്തനിങ് ചെയ്തിട്ടുള്ള ഒരാളുടെ ഹെയറിൽ ഒരിക്കലും ബ്ലോ ഡ്രൈ ചെയ്യാൻ പറ്റില്ല. സ്മൂത്തനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും വരിക. പെർമനന്റ് ബ്ലോ ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ സ്ട്രെയിറ്റും താഴെ ചെറിയ കേൾസും ആയിട്ടാണ് വരിക. സ്മൂത്തനിങ് ഹെയറിൽ താഴെ കേൾസ് ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നാച്ചുറൽ ഹെയറിൽ മാത്രമേ നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം. എനിക്ക് കഴിഞ്ഞ തവണ ചെയ്തപ്പോഴായിരുന്നു, അതായത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത സമയത്തായിരുന്നു ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് നല്ല തിക്ക് ഉണ്ടായിരുന്നു ഹെയർ. ഇപ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് കുറച്ച് കട്ടി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.